ഓൺലൈൻ മാധ്യമക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോഴുള്ള റിവ്യൂ കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട്. എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം. പക്ഷെ നമ്മളൊക്കെ കുറേ അധികം ആളുകൾ ഓസിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത്ര ലേഡീസ് ഓറിയന്റഡ് ആയിട്ട് ഒരു മൂവിയിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ലോഹിദാസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ലോഹിദാസ് എന്ന് പറയുന്ന പ്രതിപാദനായിട്ടുള്ള സംവിധായകന്റെ അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യോബിന്റെ പുസ്തകം സിനിമ ഞങ്ങൾ ആക്കിയ പടമാണ്. തീവണ്ടി, നാച്ചുറൽ പാർട്ടി, കുറച്ച് പടങ്ങൾ. ആദ്യമായിട്ട് എന്നെ അഭിനയിപ്പിച്ചത് ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ, ഞാനിപ്പോൾ ഒരു സിനിമ നോക്കുവാണെങ്കിൽ എനിക്ക് റെമ്യൂണറേഷനേക്കാളും കലാമൂല്യമാണ് നോക്കാറ്. സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസി നടക്കുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ്റ് ആയിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രളയശേഷം ജനതന്നെ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതെന്തെങ്കിലും ടെലിഗ്രാം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത്. പ്രളയശേഷം ജലകന്യക എന്ന സിനിമയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്. ജലകന്യക എന്നുള്ള ക്യാരക്ടർ. പ്ലെമേര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു 65-75 വയസ്സ്, ആ ഒരു ഏജ് പ്രായം തോന്നിക്കുന്ന ഒരു കോട്ടയംകാരി, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു അമ്മ റോളാണ്, ഒരു അമ്മച്ചിയുടെ റോളാണ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതും, അതേപോലെ ഇത്രയും നല്ലതായിട്ടുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതും. മനോഹരൻ ഒരു ഡയറക്ടറിലുപരി ഒരു അധ്യാപകനൂടെയാണ്. അതുപോലെ ഇതിലെ ഓരോരുത്തരും, ലോസാറിൻ്റെ മോൻ ഹരികൃഷ്ണൻ, ഇങ്ങനെ എല്ലാവരും തന്നെ ഒരു നല്ലൊരു ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു. അതുപോലെ ഒപ്പം KSF അവരുടെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കൂടുതൽ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് അധികം ഒത്തിരി നീണ്ടു നിന്ന ഷൂട്ടൊന്നും ഉണ്ടായിരുന്ന സിനിമയല്ല. 18 ദിവസം കൊണ്ട് തീർത്ത ഒരു ചെറിയ സിനിമയാണ്. എങ്കിൽ പോലും ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഇത് ലോ ബഡ്ജറ്റ് മൂവി ആണോ, കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ എന്ന്. അത് തന്നെ ഒരു വലിയ അഭിമാനമായിട്ട് കരുതുന്നു. ഈ സിനിമയിൽ ഞാൻ വളരെ യാദൃച്ഛികമായി എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കാം. കാരണം സിനിമ തുടങ്ങുന്നതിന് ഒരു 4 ദിവസം മുമ്പെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു നല്ല ക്യാരക്ടർ ഞാൻ എൻ്റെ സിനിമ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സിനിമകളും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ലേഡീസ് ഓറിയന്റഡ് ആയിട്ടൊരു മൂവിയിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് കുറച്ച് ചലഞ്ചിങ് തന്നെയായിരുന്നു. മനോജേട്ടനെ പോലുള്ള ഒരു ഡയറക്ടർ കറക്റ്റായിട്ട് നരേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എന്നെ പറഞ്ഞു തന്നെ ചെയ്യിച്ച സിനിമയാണ്. ഒരുപാട് നന്ദി. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രസ് മീറ്റിന് ഇത്രയും പേര് എത്തിയതിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ എനിക്കേറെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരായ മനോജേട്ടനും വിനോദേട്ടനും ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ലെജൻഡറി ഫിലിം മേക്കറായ ലോഹിദാസ് സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതായത് സർക്കാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയാണ് എനിക്ക്. അപ്പോൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും കാണുക, ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. അതിനേക്കാളുപരി ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എന്നെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും നന്ദിയുണ്ട്, ഇത്രയധികം ആളുകൾ ഈ പ്രസ് മീറ്റിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് രാജശേഖരൻ. ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് പ്രൊഡ്യൂസറായിട്ടല്ല, ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടാണ്. 2018 മുതൽ വല്ലപ്പോഴുമൊക്കെ സിനിമയിലൊക്കെ ഉണ്ട്. അതിനുശേഷം ആണ് എൻ്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഈ പടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരു ചിത്രമാണ്. കാരണം എൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 100 മടങ്ങ് നല്ലൊരു കലാസൃഷ്ടി കണ്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക്. പ്രത്യേകിച്ചും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന, ലീഡായിട്ട് അഭിനയിക്കുന്ന 3 പേര്. ആശ, അൺബിലീവബിൾ പെർഫോമൻസ്. ഗോകുലിൻ്റെ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. ഗോകുലിൻ്റെ ടൈമിങ്ങും ഗോകുലിൻ്റെ ശരിക്കും ഒരു ജെനുവിൻ പെർഫോമർ എന്ന് പറയണം. പിന്നെ പടത്തിൻ്റെ ആ ഒരു സ്പോയിലർ വേണ്ട, അതുകൊണ്ട് ഞാൻ രഞ്ജിത്തിൻ്റെ ക്യാരക്ടറെ കുറിച്ച് അധികം പറയുന്നില്ല. ശരിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കലാകാരൻ മാത്രമേ രഞ്ജിത്തിൻ്റെ ആ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പടം കണ്ടപ്പോൾ ഇതിൽ ചെറുതായിട്ട് റോളെങ്കിലും ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് ഇതിൻ്റെ ഡയറക്ടർ മനോജിനോട് ഞാൻ നന്ദി പറയാണ്. വളരെ കുറച്ച് സമയം ടീമിലുണ്ടായിരുന്നെങ്കിലും ആ സമയത്തുള്ള അനുഭവം വളരെ ഒരു കുടുംബം പോലെ ഈ പ്രൊഡക്ഷൻ മുന്നോട്ട് പോയി. എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം. ഇപ്പോൾ മലയാള സിനിമ വളരെയധികം പ്രതിസന്ധിയിലൂടെ പോകുന്നുവെന്ന് നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. അവിടെ ഒരു കൈത്താങ്ങായിട്ട് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, ഒരു ആസ്വാദകൻ എന്ന നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ പ്രതിനിധികൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് സർക്കാർ. ആ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നല്ല കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ എഫേർട്ടിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പ്രളയശേഷം ജലകന്യക. ഇതൊരു വൻ വിജയമാകട്ടെ, എല്ലാവരും കാണട്ടെ. നിങ്ങളുടെയൊക്കെ ചാനലുകളിലൂടെ ഈ ഒരു ജനമഹാസമുദ്രം തന്നെ ഈ പടം കാണട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് ലളിതം. ഞാൻ TV-യിൽ ആങ്കറായിരുന്നു. അതിനുശേഷം പിന്നെ പല പല പ്രോഗ്രാമിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ സിനിമ അഭിനയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ TV ഷോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ശബ്ദം കേട്ടിട്ട് ലോഹിതദാസ് എന്ന് പറയുന്ന സംവിധായകൻ ജോക്കർ എന്ന സിനിമയിൽ നിഷാന്ത് സാഗറിന് ശബ്ദം നൽകാനുള്ള അവസരം നൽകി. അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. പുലിമുരുകൻ, ഭാസ്കർ റാസ്കൽ, പഴശ്ശിരാജ, മിക്ക സിനിമകളിലും വില്ലനാണ്. കഴിഞ്ഞ സിനിമ ജൂനിയർ NTR-ന് ദേവര എന്ന് പറഞ്ഞ സിനിമയിൽ വോയിസ് കൊടുത്ത ഞാനാണ്. അപ്പം അതിനുശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സഫലീകരിച്ച ഒരു ചിത്രമാണ്. അതിനും ലോഹിതദാസ് എന്ന് പറയുന്ന പ്രതിഭാതനായിട്ടുള്ള സംവിധായകൻ്റെ അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള മനോജേട്ടൻ്റെ പടം, അദ്ദേഹത്തിൻ്റെ മകൻ ക്യാമറ ചെയ്യുന്ന പടം. അപ്പം അങ്ങനെ വീണ്ടും ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് അഭിനയ രംഗത്തെത്താൻ സാധിക്കുന്നു. ഇനി മാർച്ച് 7-ന് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇറങ്ങുമ്പോൾ ആ കഥാപാത്രം എല്ലാ പ്രേക്ഷകരും കണ്ട്, നിങ്ങളെല്ലാവരും കണ്ട് അതിലെ തെറ്റുകളും ശരികളും ഒക്കെ മനസ്സിലാക്കി തന്ന എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം സിനിമകളിൽ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളാണ്, മ്യൂസിക്കും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയും. നമസ്കാരം, എൻ്റെ പേര് വിജയ് ജേക്കബ്. ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞാനൊരു 15 വർഷത്തോളമായി സിനിമ, പിന്നണി സംഗീത രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ കുറച്ച് നല്ല മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ മ്യൂസിക് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ ബിജിപാലിൻ്റെ കൂടെയാണ്. മനോജ് ചേട്ടനായിട്ട് ഞങ്ങൾ കോളേജ് കാലഘട്ടം മുതലുള്ള ഒരു സൗഹൃദമാണ്. ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകളിൽ അവരുടെ നാടകങ്ങൾക്കും മറ്റും മ്യൂസിക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോജക്റ്റുകളിലും എനിക്ക് സഹകരിക്കാൻ പറ്റിയെന്നുള്ളത് വലിയ അഭിമാനമാണ്. ഇന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു നല്ല കലാസൃഷ്ടി
നിർമ്മിച്ച് അത് ഡയറക്റ്റ് ചെയ്ത് അത് റിലീസിന് ഒരുങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. ആ നല്ല സിനിമയ്ക്ക് നീതി പുലർത്തും വിധം എൻ്റെ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇതിനുവേണ്ടി ചെയ്തു. ഇതുവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, KSFTC പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് നമ്മളെ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ ഇന്ന് ആ ടെൻഷൻ മാറിയൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും പേര്, ഞാൻ വളരെ ആത്മാർത്ഥമാണ്, ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു ഇവൻ്റാണ്. നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോൾ സത്യം പറയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഉണ്ട് എന്നുള്ളതും ഇത് ഇറങ്ങുന്നു എന്നുള്ളതും ആളുകളിലേക്ക് കൂടുതൽ എത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ്. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഒരു മനോജ് അങ്കമാലി, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങളുടെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ പേര്, ഞാൻ വർക്ക് ചെയ്ത പടം ഇയോബിൻ്റെ പുസ്തകം സിനിമ ഞാൻ മേക്കപ്പ് ചെയ്ത പടമാണ്. തീവണ്ടി, നാച്ചുറൽ പാർട്ടി, അങ്ങനെ കുറച്ച് പടങ്ങൾ. പക്ഷെ ഈ പടത്തിൽ വന്നപ്പോൾ ഈ രണ്ട് പേരെ ഒരു ക്യാരക്ടറാക്കി കാണുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഒരു ഏജുള്ള ക്യാരക്ടറാണ് രണ്ടുപേരും. ഈ ആശ അരവിന്ദും രഞ്ജിത്തിലെഴുതും ചെയ്ത വേഷം. അപ്പോൾ അവരെ ഡയറക്ടർ മനോജായിട്ട് ബന്ധം നിവേദിത സിനിമകൾ ബന്ധമാണ്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ഏജുള്ള ആളുകൾ ഈ വേഷം ചെയ്യരുത് എന്ന് എനിക്കും തോന്നി. കാരണം ഇത് ചെറുപ്പക്കാർ നമ്മൾ ഏജാക്കി എടുത്താൽ ഈ പടത്തിൻ്റെ ആ ക്യാരക്ടർ വിജയിക്കണമെന്ന് തോന്നി. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടുപേരും ആ ഒരു ഫീല് വരുത്താൻ പറ്റിയിട്ടുണ്ട്. രണ്ടുപേരെ കണ്ടാൽ പെട്ടെന്ന് സിനിമയിൽ വരുമ്പോൾ വേറൊരു മുഖമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല ചെയ്യാൻ സാധിച്ചെന്ന് ചെയ്യുന്നു. സിനിമ കണ്ട് എല്ലാവരും വിലയിരുത്തുക. ഞാൻ മനോജേട്ടനും കൂടായിട്ട് കുറേ സ്ക്രിപ്റ്റ് വർക്കുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലാണ് മനോജൻ്റെ അടുത്ത് ഇങ്ങനെ വലിയ സബ്ജക്റ്റിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് കേട്ട ഉടനെ തന്നെ ഞാൻ മനോജൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഒരു കുറച്ച് ഹെവി ഒരു സബ്ജക്റ്റാണ്, അതിന് നമുക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടി വരും, അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി പിടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളിത് മെല്ലെ ഇതിലേക്ക് ഇറങ്ങുകയാണ് സ്ക്രീൻ പ്ലേ ആയിട്ട്. ആ സമയത്ത് ഇതിന് ഈ ക്യാരക്ടർ ആർക്ക് കുറച്ച് വലുതാണ്. ഇതിൻ്റെ അവർ ക്യാരി ചെയ്യുന്ന ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഇത് സംഭവം നടക്കുന്നത് ഒരു വീടിനകത്താവുമ്പോൾ അതിന് വേണ്ടുന്ന രസകരമായ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് പണിപ്പെട്ട പണിയായിരുന്നു. അപ്പം അത് മനോഹരനും ഞാനും കൂടി അത് ഒരു രീതിയിൽ വൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ അത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് നന്ദി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നത്? പ്രളയശേഷം ഒരു ജലകന്യക അങ്ങനൊരു ടൈറ്റിൽ എന്താ ഒരു പ്രത്യേകത കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീൽ. നമുക്ക് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ. പക്ഷെ ട്രെയിലറിൽ അങ്ങനെ ഒരു ഫീൽ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ടൈറ്റിൽ? ട്രെയിലർ അങ്ങനെ ഫീൽ കിട്ടിയില്ല. ആ പ്രളയത്തിന്റെ ആ ഒരു ഭീകരത അങ്ങനത്തെ ഒരു സാധനം ആണ് നമുക്ക് നോർമലി ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. പക്ഷെ ട്രെയിലറിൽ അങ്ങനെ ഒന്നും കിട്ടിയില്ല. പ്രളയശേഷം ഒരു ജലകന്യക ആക്ച്വലി പ്രളയത്തെ കുറിച്ച് പറയുന്ന സിനിമയല്ല, പ്രളയത്തിൽ അകപ്പെട്ടു പോയ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള സിനിമയാണ്. നമ്മൾ പ്രളയം കണ്ടോ, പ്രളയം വന്നിട്ടും നമ്മൾ അതിജീവിച്ച ആളുകളാണ്. അങ്ങനെ അതിജീവനത്തിലേക്ക് എത്തിയ, ഏത് രീതിയിൽ നിന്നുള്ളതല്ല, അതിജീവനം നടത്തിയ ആളുകളെ കുറിച്ചുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് പ്രളയത്തെ അത്ര കണ്ട് ചിത്രീകരിക്കാതെ പ്രളയത്തിൽ അകപ്പെട്ടവരുടെ മാനസിക പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ആശിച്ചി, എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മീറ്റർ കറക്റ്റ് ഇത് ചെയ്താൽ ഫീൽ ചെയ്തു. അപ്പം ഇങ്ങനൊരു കഥാപാത്രം കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇതിനു വേണ്ടി നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവുമല്ലോ, എനിക്കൊരു മേജർ റോൾ ചെയ്യണം, എന്റെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അംഗീകാരം കിട്ടുന്ന ലെവലിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയോ? 14 വർഷത്തെ എൻ്റെ കാത്തിരിപ്പില് എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു സമ്മാനമാണ് ഈ സിനിമ. അത് എന്നിലേക്ക് ഈ ക്യാരക്ടർ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം വന്നത് സന്തോഷം തന്നെയാണ്. ഈ ഒരു പിന്നെ മനോഹരൻ ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരികയും ഈ ഒരു ക്യാരക്ടർ എങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ കൂടുതൽ ഈ സിനിമയോട് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. 14 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാത്തിരിപ്പല്ല. അല്ല, അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് വേണ്ട പോലെ കിട്ടുന്നില്ല തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഫിലിം അങ്ങനെ ഉണ്ടോ നഷ്ടപ്പെട്ടു? അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്.
എങ്കിൽ പോലും ഈ ഒരു സിനിമ എല്ലാം കൂടെ ഒത്തുചേർന്ന് എനിക്ക് വന്ന ഒരു സിനിമയാണ്. ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഉത്തരവാണ് ഈ സിനിമ. ഗോകുൽ ചേട്ടാ നമസ്കാരം. എനിക്കൊന്ന് ഈ സിനിമയിലെ ടിസ്റ്റ് കൊണ്ടുവരുന്ന കഥാപാത്രം ഗോകുൽ ചേട്ടനാണെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രളയശേഷം ജലകന്യക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എന്നെ അഭിനയിപ്പിച്ചത് മനോജേട്ടന് മനോഹരമാണ്. എനിക്ക് അഭിനയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത് മനോഹരന് മനോഹരമാണ്. ഇന്ന് ഒരു ആക്ടറായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനോഹരന് മനോഹരമാണ്. ആ മനോജേട്ടൻ മനോഹരന് ഒരു സിനിമ അഭിനയിക്കാൻ വിളിച്ചു. ആ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച മനോഹരന് മനോഹരമാണല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ ഈ സിനിമ ആദ്യം ഒരു മനോഹരന് ഒരു നാടകമായിട്ടാണ് ചെയ്തത്. ആ നാടകത്തിനോടൊപ്പം തന്നെ ഞാനുണ്ടായിരുന്നു. 2019 അതിലാണ് 2019 ചെയ്തൊരു നാടകമായിരുന്നു. അന്ന് കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് A ഗ്രേഡ് കിട്ടിയ ഒരു നാടകമായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമയിലെ മറ്റു 3 ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമയുടെ കഥയെ പറ്റിയും എല്ലാം എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു. ഈ നാടകം മനോജേട്ടനും മനോജേട്ടനും അതുപോലെ തന്നെ അന്നവാസിക്കുകയും ചേർന്ന് ഒരു സിനിമയാക്കി രൂപാന്തരപ്പെടുമ്പോഴും അതിൻ്റെ കൂടെയെല്ലാം ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയെ പറ്റിയും ഈ ക്യാരക്ടറിനെ പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോഴുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് മനോജേട്ടനും മനോജേട്ടനും ആണല്ലോ എന്നുള്ളതാണ്. പിന്നെ ആശയുടെ കൂടെയും അതുപോലെ തന്നെ രഞ്ജിത്തേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. ഈ സിനിമ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വിജയ് കമ്പോസ് ചെയ്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പാട്ട് ഞാൻ പാടി അഭിനയിക്കുന്ന ഒരു പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നോർമലി സർക്കാർ ഫണ്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് ഓൾറെഡി പ്രീകോട്ട് ചെയ്തിരുന്നോ? അതോ? അതെ, ഈ പ്രോജക്റ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇത്ര രൂപയ്ക്ക് തീർക്കേണ്ട ഒരു സിനിമയാണെന്ന് നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കൗണ്ട് ഫോർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു 1.5 കോടി രൂപയ്ക്ക് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. 1.5 കോടിയിൽ ഒരു 1.10 വരെ നമുക്ക് പടം ചെയ്യാൻ ഉപയോഗിക്കാം, മറ്റ് പ്രമോഷൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മള് 1.10 ഒരു ബാഹുബലി ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് നമ്മൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അത് വെച്ച് പിച്ച് ചെയ്തു. അവിടുത്തെ ക്രൈറ്റീരിയ അങ്ങനെയാണല്ലോ, ഓരോ ഘട്ടങ്ങൾ കടന്നാണ് അവസാനത്തെ 2 പേരിലേക്ക് എത്തപ്പെട്ടത്. അപ്പം ആ സബ്ജക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ആ 2 പേരിൽ ഒരാളാകാൻ പ്രളയശേഷം ജലകന്യക്ക് കഴിഞ്ഞതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റ് തീർക്കാൻ പറ്റി. ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സിനിമയുടെ എല്ലാ വിഭാഗങ്ങൾ, എല്ലാ ടെക്നിക്കൽ ഇതിൽ നിന്നും എനിക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അത് തീർക്കാൻ പറ്റും. നോർമലി ഇപ്പൊ സിനിമകൾ കണ്ടന്റ് ഓറിയന്റഡ് പൈസ സിനിമകളാണ് മലയാള സിനിമകൾ എന്ന് പറയുമ്പോഴും താരങ്ങൾക്കും താരമൂല്യത്തിനും ഒരുപാട് പ്രശ്നം നടക്കുന്ന സമയമാണിത്. അപ്പം ഇങ്ങനൊരു ബഡ്ജറ്റിനകത്ത് വേറെ സൂപ്പർ താരങ്ങളെ കൊണ്ടുവരേണ്ട, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന താരങ്ങൾ മതി എന്ന് ഉള്ളതുകൊണ്ടോ അതോ മറ്റു താരങ്ങളെ സമീപിച്ചായിരുന്നു? തീർച്ചയായും ഞാനിത് KSFDC ചെയ്യണം എന്ന് വിചാരിച്ചൊരു സബ്ജക്റ്റ് അല്ല, പുറത്തു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഒരെണ്ണമാണ്. ഞാൻ അതിനുവേണ്ടി മലയാളത്തിലെ ഈ പറയുന്ന അറിയപ്പെടുന്ന നടികളോടും നടന്മാരോടൊക്കെ കഥ പറഞ്ഞിരുന്നു. മിക്കവരും ചെയ്യാൻ തയ്യാറായിരുന്നു. കാര്യം ക്യാരക്ടർ സ്ട്രെങ്ത് ഉള്ളത് കാരണം തയ്യാറായിരുന്നു. ഞാൻ പറഞ്ഞവർ ആരും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ KSFDC ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന സാലറിയെ കുറിച്ചുള്ള ഒരു ധാരണ, ഞാനിപ്പോ അവരെ ഇത് പറയുകയല്ല, അപ്പൊ അത് കുറവാണെന്നുള്ളത് അവർക്ക് അവരത് എന്താ പറയാ ഒരു ദാക്ഷിണ്യം കൂടാതെ നിരസിക്കുകയാണ് ചെയ്തത്. കാര്യം അവര് ക്യാരക്ടറൊന്നും അല്ല അവർ നോക്കുന്നത്, അവര് ഇനിയോ സാമ്പത്തികം തന്നെ നോക്കി തന്നെയായിരുന്നു. അവരതിന് തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, ഈ പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സാണ്. അതാണ് അതിന്റെ എനിക്ക് ക്യാരക്ടറിന് പറ്റിയ ആക്ടേഴ്സിനെ കണ്ടെടുക്കാൻ സത്യം പറഞ്ഞാൽ ഈ KSFDCയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് സാധിച്ചത്. ഒരു പ്രൊഡ്യൂസറാണ് ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ സ്റ്റാർസിനെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അത് വലിയൊരു ഗുണമായിട്ട് തോന്നി. അത് തീർച്ചയായും ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു
നമുക്ക് ജീവിതത്തിൽ നടന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സിനിമ അങ്ങനെയാണല്ലോ, നമുക്ക് തോന്നണമല്ലോ നമുക്ക് അനുഭവിച്ചാണെന്ന് സംഭവിച്ചു, അങ്ങനെ തോന്നിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നടീനടന്മാർ പോലും അവരും തിരിച്ചറിയേണ്ടതാണ് നല്ലൊരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഞാനിത് ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിന് ഗുണപരമാവുമെന്നും ആ സിനിമ നന്നായി വരുമെന്നുള്ളത് അവരും കൂടി ആഗ്രഹിക്കേണ്ടതാണ്, അവരും കൂടി അതിനകത്ത് നമ്മുടെ കൂടെ നിൽക്കേണ്ടതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിൽക്കാത്തത് എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരും ഒരു സാധാ മനുഷ്യനായി പോകുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. നിങ്ങളെ എത്രമാത്രമാണ് നിങ്ങൾക്ക് വിലയിടേണ്ടതെന്നുള്ള അവനവനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ, ഞാനിപ്പോൾ ഒരു സിനിമ നോക്കുവാണെങ്കിൽ എനിക്ക് റെമ്യൂണറേഷനേക്കാളും കലാമൂല്യമാണ് നോക്കാറ്. എനിക്ക് സിനിമയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ എപ്പോൾ സിനിമ ചെയ്താലും, കാരണം എനിക്കറിയാം ഒരു ബുദ്ധിമുട്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ 14 വർഷത്തെ എൻ്റെ കാത്തിരിപ്പുകൊണ്ട് എനിക്കറിയാം ഒരു സിനിമയിൽ നമ്മൾ പലതരം ബുദ്ധിമുട്ടുന്നവരുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ സൈഡിലുള്ളവരുണ്ട്. അവരൊക്കെ ഒരു സിനിമ ഒന്ന് ഉണ്ടാവാൻ ഉള്ള പെയിൻ ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം അവരതിനകത്ത് എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം. അപ്പം കൂടുതലും നമ്മൾ അവനവനാണ് തീരുമാനിക്കേണ്ടത് അവനവൻ്റെ റെമ്യൂണറേഷൻ. സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ അത് ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഈ ചെറിയ വേതനം വാങ്ങിക്കുന്നവരോട് ഒരിക്കലും ഒരു സ്ട്രൈക്കിന് പോകുമെന്ന് തോന്നില്ല. കാരണം കോടികൾ വാങ്ങിക്കുന്നവരോടാണ് അവരുടെ സമരമെന്നാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അതിൽ അമ്മ അസോസിയേഷനൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും സ്ട്രൈക്കിലേക്കൊന്നും പോകാതെ എല്ലാ കാര്യങ്ങളും ഒരു മേശയുടെ ചുറ്റിനും ഇരുന്ന് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചേച്ചി, ഇത്ര ഒരു 14 വർഷത്തെ ഇൻഡസ്ട്രിയിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പം പല സിനിമകളിലും പല ഇപ്പം ആക്ടേഴ്സ് ഒക്കെ ഇപ്പം സിനിമ അഭിനയം കഴിഞ്ഞും അടുത്ത പരിപാടി നോക്കി പോകാന്നുള്ളതല്ലാതെ അതിന്റെ പ്രൊമോഷൻ ടൈമിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് മുന്നിട്ട് ഇറക്കുന്ന അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഒരു എഫേർട്ട് കൂടിയാണ്. പക്ഷെ പല സിനിമകളും പല അഭിനേതാക്കളും മുന്നിട്ടിറങ്ങുന്നില്ല. അഭിനയിച്ച് കഴിഞ്ഞ് കാശും മേടിച്ച് പോവുക എന്നുള്ള സിനിമ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്റെ പ്രൊമോഷൻ സമയത്ത് വരേണ്ടതാണ്. തീർച്ചയായിട്ടും വരണം. പല ആക്ടേഴ്സ് കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു, ഒരു വിവാദം ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ചെയ്ത ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും എനിക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ പോലെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയോ എന്ന്. അങ്ങനെ പോലും ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ട്, ആശ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ. കാര്യം അവരുടെ സ്വപ്നങ്ങളാണ്. ഒരു മനുഷ്യന് അത് എഴുതുന്ന ആള് മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അപ്പം ഓൺലൈൻ മാധ്യമക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള റിവ്യൂ കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട്. കാര്യം ഒത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല. കാരണം കലാമൂല്യമുള്ള സിനിമകള് ഇപ്പം എത്രമാത്രം ഇറങ്ങിയാലും ഓടുന്നുണ്ട് അല്ലേ. യങ്സ്റ്റേഴ്സിന് വേണ്ടതെല്ലാം ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള സോങ് ഉള്ളവരും പാട്ടുകളും ഒക്കെയുള്ള സിനിമകളാണ്. അപ്പം ഇനിയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ, ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുള്ളൂ. ചേച്ചി, അതുപോലെ തന്നെ സിനിമകളിൽ ഉണ്ടാകുന്ന വയലൻസുകൾ എന്റർടൈൻ ചെയ്യുന്ന യൂത്തിന് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തിയേറ്ററിൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ ആക്ഷൻ വയലൻസ് അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് എന്ന് പറയപ്പെടുന്നത്. കാരണം സർക്കാരിന്റെ പറയുന്നത് വെച്ചാല് ഇതേപോലത്തെ പടങ്ങൾ കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞ സിനിമകൾ നല്ല രീതിയിൽ ഇതേപോലത്തെ ക്രൈം ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിവേകബുദ്ധിയാണ് അതിനകത്ത് വേണ്ടത്. കാര്യം നമ്മൾ ആരാണെങ്കിലും ശരിയാണ്, ഇപ്പം പല രീതിയിലുള്ള കുട്ടികളും ആൾക്കാരും ഉള്ള ഒരു ലൈഫാണ് ഇപ്പം നമ്മളുടെ ഇടയിലുള്ളത്. അത് പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള
ഡ്രഗ്സ് പോലത്തെ സാധനം യൂസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് തെറ്റ് ശരി എന്നുള്ള വിവേകബുദ്ധി മനുഷ്യരായ നമുക്കുണ്ട്. അപ്പം സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം, ജീവിതത്തെ ജീവിതമായിട്ട് കാണണം. സാർ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ടൈം പീരീഡ് ആണിത്. അപ്പം ഒരുപാട് ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് സിനിമകളുണ്ട്, ആക്ഷൻ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലൊരു ചിത്രം തിയേറ്ററിൽ എത്ര നാൾ നിലനിൽക്കും വിശ്വസിക്കുന്നു? അല്ല, നല്ല സിനിമകൾ നിലനിൽക്കുന്നതിനാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഈ കൊമേഴ്സ്യൽ സിനിമ അല്ലെങ്കിൽ അടി സിനിമ ഇടി സിനിമ എന്നൊക്കെ ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയത് അല്ലേ. എൻ്റെ ഗുരുനാഥൻ ലോഹിസാറൊക്കെ ചെയ്യുന്ന സമയത്ത് സിനിമകളാണ് അവർ ചെയ്തിരുന്നത്. അതിനകത്ത് ഇത്ര അടി വേണം, ഇത്ര പാട്ട് വേണം എന്ന് വിചാരിച്ചല്ല സിനിമകൾ ചെയ്തത്. ആ കാലത്ത് നമ്മൾ ആ സിനിമകളെ അത്രയും തോളിലേറ്റ് കൊണ്ടു നടന്നിട്ടുള്ള സിനിമകളാണ്. ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. അത് കൊമേഴ്സ്യലാണോ ആർട്ടാണോ എന്നുള്ളത് കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കട്ടെ. ഓടുകയാണെങ്കിലാണല്ലോ കൊമേഴ്സ്യലാവുള്ളൂ, ഓടിയില്ലെങ്കിലാണല്ലോ പെട്ടെന്ന് ആർട്ട് എന്ന് പറയാൻ എളുപ്പം. അപ്പോൾ ഒരുപക്ഷെ ലോഹിസാറിനെ പോലെ അല്ലെങ്കിൽ അത്തരം ആളുകൾ ചെയ്ത സിനിമകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാനൊക്കെ സിനിമയിൽ. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്യാനാണ് ഇപ്പം മലയാളത്തിൽ നിൽക്കുന്ന പ്രഗത്ഭരായ എഴുത്തുകാർ വരെ, നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സും എല്ലാം ചെയ്തവരൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതും ലോഹിസാറിനെ പോലുള്ള എഴുത്തുകാരൊക്കെ തന്നെയാണ് അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയും എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്തരം സിനിമകൾ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. അല്ലാതെ നമ്മൾ അടി സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ അടി സിനിമ എടുക്കുന്നതിനോടും കൊലപാതക സിനിമകൾ തന്നെ എടുക്കണം എന്ന് അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ. കേൾക്കാം. ഓക്കെ. സിനിമ നിലനിൽക്കുന്നത് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അത് KSFDC അല്ലെ സർക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു സിനിമ ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സ് ധാരാളം വരുന്നുണ്ട്. ഇപ്പം എന്നെ പോലെ പുതുതായി പടം ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതോ ഇൻഡസ്ട്രിയിൽ വളരെ ക്ലോസ് ആയിരിക്കുന്ന ആളുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സിനിമയുടെ പാഷൻ കൊണ്ട് വരുന്നവർ അവരെ ഒരു ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. ഇവിടെ പല അസോസിയേഷൻസും ഉണ്ട്. പക്ഷെ അസോസിയേഷനിൽ നമ്മൾ നോക്കിയാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായ ആളുകളെ കാണുന്നത്. ഒരു ടീമെന്നോ അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഉള്ള അസോസിയേഷനുകളൊക്കെ പുതുതായ ആളുകളെ അകറ്റി നിർത്തുന്നതിന് പകരം പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അതാണ് ഇക്കോ സിസ്റ്റം. അവിടെ അവർക്ക് ഇപ്പോൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതിന് കീടങ്ങൾ പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഒരു പുതിയൊരു പ്രൊഡ്യൂസറെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഇക്കോ സിസ്റ്റത്തിന്റെ ബാധ്യതയാണ്. ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഗവൺമെന്റിന് അല്ലാതെ തന്നെ ഒരു പവർ ഉണ്ടല്ലോ. ഇവിടെ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ സിനിമ നിൽക്കുള്ളൂ. കാരണം എല്ലാവരും മരിച്ചുപോലോ. ഒരാൾ 80 വയസ്സ് 90 വയസ്സ് വരെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. പുതിയ ആളുകൾ പഠിച്ച് വന്നു കഴിഞ്ഞാലേ നമുക്കൊരു നെക്സ്റ്റ് ഒരു 20 years നിൽക്കുള്ളൂ. അവരെ ഓറിയന്റ് ചെയ്യണം. അവർ പല സ്ഥലത്തും റോങ് ഇൻഫർമേഷൻ്റെ കൂടെയും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് അസോസിയേഷനുകളിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹരീഷിനായിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ OTT ബിസിനസ്സിന് വരുന്ന സിനിമകൾക്ക് ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പല പല ഇൻഫർമേഷൻ ഉണ്ട്. അവർ പോയി വിറ്റുകൊടുക്കണമെന്നല്ല, അവർ ഒരു ട്രെയിനിങ് കൊടുത്തൂടെ. അവർക്ക് ഇന്ന രീതിയിൽ നിങ്ങൾക്ക് കുഴിയിൽ ചാടാനുള്ള സാധ്യതയുണ്ട്, ഇന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ. പിന്നെ ഒരു അസോസിയേഷൻ ആകുമ്പോൾ അസോസിയേഷന് ബെറ്റർ ബാർഗൈനിങ് പവർ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു സിനിമ, എൻ്റെ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ വരുന്നു. പൈറസി എന്ന് പറയുന്ന സാധനം ഞാൻ എല്ലാവരും പറയുന്നതാണ്, കേൾക്കുന്നതാണ്, പല ആളുകളും ടെലിഗ്രാമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസിയാണ് നടക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ്റ് ആയിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മിനിറ്റിലും പടം ഇറങ്ങി 2 മണിക്കൂറിൽ അമേരിക്കയിൽ പടത്തിൻ്റെ കോപ്പി അപ്ലോഡായി. അവിടുന്ന് ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത് ശരിക്കുള്ള ചാനലിലാണ്. ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കണ്ടോ, അവിടെ മനോരമ മാച്ച് ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു സെറ്റപ്പ് ബോക്സിൽ ഈ സാധനം വന്നു? ഇതാണ് സിനിമ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്നത്. എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം. പക്ഷെ നമ്മളൊക്കെ കുറേയധികം ആളുകൾ ഓസിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രളയശേഷം ജലകന്യ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതെന്തെങ്കിലും ടെലിഗ്രാം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത്. അപ്പോൾ ചോദിക്കും പൈറസി ഒരു വഴിക്ക് പോവും, OTT ഒരു വഴിക്ക് പോവും. അത് ശരിയാണ്.
പക്ഷേ സിനിമ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ശക്തി വേണം, ഒരു ഇക്കോ സിസ്റ്റം വേണം, എല്ലാം ഇന്റഗ്രേറ്റഡ് ആയി വർക്ക് ചെയ്യണം. പ്രൊഡ്യൂസർ അസോസിയേഷന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഈ ഫെഫ്കയ്ക്ക് പല കാര്യങ്ങളും, എല്ലാ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അവർക്ക് എന്തുകൊണ്ട് ആന്റി പൈറസി സെൽ ഉണ്ടായിക്കൂടാ? ഓരോരുത്തരും ഓരോരോ ആളുകളുടെ അടുത്ത് പോയിട്ട് പല രീതിയിൽ പൈസ പോകുന്നതിന് നല്ലതല്ലേ? അവർക്ക് കുറെ ടെക്നീഷ്യൻസിന് വെച്ച് ചെയ്തൂടെ? ഒരു പ്രൈവറ്റ് വിങ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യട്ടെ, അവർ ഇൻവോയ്സ് ചെയ്ത് പൈസ വാങ്ങിയിട്ട് ചെയ്യട്ടെ. അതുപോലെ ഈ ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു സെല്ല് ഉണ്ടായിക്കൂടെ? അവർ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ആരുടെ അടുത്ത് പോകണം, എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് 1, 2, 3 ഓറിയന്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത് ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഈ പറയുന്ന പ്രളയശേഷം ചില തന്നെയാണ് ഇതിലല്ല. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, അവരും ഇതിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് 1-2 പടങ്ങൾ ചെയ്യുന്നു. അവർ വേണം കൂടുതൽ ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ അപ്രീഷിയേറ്റീവ് ആണ്. ആക്ച്വലി കുറെ കലാകാരൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ആണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിലിപ്പോൾ പറയുന്നത് ഇതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല, ഈ സിനിമ കണ്ട ഒരു ആസ്വാദകനായിട്ട് പറയണം. അമേസിംഗ് ആയിട്ടാണ് അതിന്റെ ക്രിയേഷൻ. പക്ഷെ സെറ്റിലുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഇത് എന്തോ ഒരു ചെറിയ പടം. പക്ഷെ പടം സ്ക്രീനിൽ കണ്ടപ്പോൾ മനോജിന്റെ ബ്രില്യൻസ്, ഹരീഷിന്റെ ക്യാമറ, പിന്നെ ഈ അങ്കമാലി മനോജിന്റെ മേക്കപ്പ് എല്ലാം കൂടെ ഒരു അമേസിംഗ് ആർട്ട് വർക്കാണിത്. പക്ഷെ ഇത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ ബാക്കി നല്ല സിനിമ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ്. അത് ടെലഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അസോസിയേഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അസോസിയേഷൻ ഏത് അസോസിയേഷൻ, ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്റെ ഭാഗമല്ല പറയുന്നത്. അവര് ഇത്തരം ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കണം. എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം? പ്രൊഡ്യൂസർ ശരിക്കും ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങൾ അത് വളരെ കാതലായ വിഷയമാണ്. സിനിമ ജയിക്കുവോ പരാജയപ്പെടുമോ എന്നുള്ള വേറെ വിഷയം. പക്ഷെ ഒരു മിനിമം, അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്തോട് പോകുമ്പോൾ കുറേയധികം പാമ്പുകളുണ്ട്, അതുവഴി പോകരുതെന്ന് പറഞ്ഞു തരാൻ ഒരാളവിടെ ഉണ്ട്. അവിടെ ടോർച്ച് അറ്റ്ലീസ്റ്റ് ഉണ്ട്, പക്ഷെ നീ ടോർച്ച് വെച്ചോ, നീ പോയി അടിച്ചോ, കടികൊള്ളാതെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഹരീഷിനോട് പറഞ്ഞ കാര്യം, നമുക്കൊരു അസോസിയേഷൻ ഭാഗം പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ 100 പേരുടെ കൂടെ നിൽക്കുന്ന അവരെനിക്ക് തരുന്ന ഒരു പവർ ഉണ്ടോ, അതോ ഞാൻ ഒറ്റയ്ക്കാണോ? ഈ രണ്ട് ഫീലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് എന്നുള്ള ഫീലിംഗ് ആണ്. പിന്നെ അസോസിയേഷനൊക്കെ പൊസിഷനുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് കിട്ടും. ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ മേൽ ഇവരെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, സംസാരം, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് സാധാരണ ആളുകളെ ഒരു പോസിറ്റീവായിട്ട് അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ അവർ ഉണ്ടാക്കണം. അങ്ങനെയൊന്നും പറയത്തില്ല. അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ അസോസിയേഷൻ അവർ കുറേയധികം നല്ല കാര്യങ്ങൾ, എനിക്ക് അവരെല്ലാവരും സുഹൃത്തുക്കളാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല ഞാൻ പറഞ്ഞത്. അസോസിയേഷനോട് ഇന്നോവേറ്റീവായി തിങ്ക് ചെയ്യണം. പ്രശ്നങ്ങൾ എവിടെയാണ് ഹോൾ, ആ ഹോള് പ്ലഗ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായോ? സിനിമ ഇല്ലീഗലായിട്ട് അവൈലബിൾ അല്ലാതാകുന്ന ഒരവസ്ഥയിൽ ലീഗലായിട്ട് ആളുകൾ കാണും. പറ്റും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. ഞാൻ ജർമ്മനിയിൽ പോയിട്ട് എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു ലിങ്ക് വന്നു, ഒരു പുതിയ സീരീസിന്റെ. ക്ലിക്ക് ചെയ്ത് എന്താണെന്ന് 11 സെക്കൻഡ് വന്നാണ് പറഞ്ഞു ആന്റി ബർത്ത് ഇല്ലീഗൽ കണ്ടന്റ്. അവൻ ക്ലോസ് ചെയ്തു. 3000 യൂറോയുടെ പെനാൽറ്റിയാണ് വന്നത്, ടൈം മാറുന്നിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ഇവര് ഒരുമിച്ച് പിടിച്ചാൽ നടക്കാതിരിക്കുമോ? അതായത് ആന്റി പൈറസിക്ക് ഒരു ലോ കൊണ്ടുവരണമെന്നും ആ ലോയ്ക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താലും അപ്പൊ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ടെക്നോളജി എവിടെ പോയി? AI എത്തിയില്ലേ? ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കിട്ടും. ഇത് മാക്സിമം ആളുകളെ കാണാനായിട്ട് നിങ്ങൾ മീഡിയ ഇതിനെ കൊന്നുകളെ, ഇനി ക്രിട്ടിസൈസ് ചെയ്തോ, ഇത് മാക്സിമം ആളുകൾ കാണിട്ട് ജനങ്ങൾ വിലയിരുത്തട്ടെ. 3ാമത് അതിൽ നിന്നുകൊണ്ട് ശരിക്കുള്ള ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ കിട്ടണം. അവിടെയാണ് ഇല്ലീഗൽ ഈ പൈറസി ഒക്കെ വരുന്നത്. ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ, ഈ ഇന്റഗ്രേറ്റഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വേറൊരു വേദിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരടുത്ത് ഞാൻ പറയാൻ തയ്യാറോ? പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചോദിക്കുകയാണ്. ഒരു നോർമലി ഒരാൾ കഥയുമായിട്ട് വരികയാണെങ്കിൽ ഇന്ന ഇപ്പം പല പ്രൊഡ്യൂസറിനടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇന്ന താരങ്ങളുണ്ടെങ്കിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ താരങ്ങളാണോ സിനിമ നിശ്ചയിക്കുന്നത്? നല്ല കഥകളല്ലേ? നമുക്കെല്ലാം പറയാനെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സക്സസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏതൊക്കെ പടങ്ങൾക്കാണ് പ്രൊഡ്യൂസർക്ക് മുടക്ക് മുതൽ കിട്ടിയത് എന്ന് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർ വാല്യൂ ഒരു വലിയൊരു ഫാക്ടറാണ്. അതിന് നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ 5 പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള 3 താരങ്ങളും പിന്നെ 3
സാധാരണ പടങ്ങൾ, നല്ല കലാമൂല്യമുള്ള പടങ്ങളാണെങ്കിലും നിങ്ങൾ എവിടെ പോയി കാണും? നിങ്ങളുടെ 1000 രൂപയായിരിക്കും മാസം ബജറ്റ് വെച്ചിരിക്കുന്നത് 4 പേർക്ക് സിനിമ കാണാൻ. നിങ്ങൾ ഏത് സിനിമ ആണോ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. അതാണ് അതിന്റെ ആൻസർ. അവിടെ എത്രയോ താരങ്ങൾ കലാമൂല്യമുള്ള സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അവര് ആ ഒരു രീതിയിലൊന്നും ചാർജ് ചെയ്തിട്ടായിരിക്കില്ല അഭിനയിക്കുന്നത്, എന്നാലേ നടക്കുള്ളൂ. അതേസമയം നല്ല സിനിമകള് അറ്റ്ലീസ്റ്റ് മിനിമം ഗ്യാരണ്ടി, ആളുകളെല്ലാം പൈസ കൊടുത്ത് സിനിമ കാണുന്ന ഒരു അവസ്ഥ, അതായത് ലീക്കേജ് ഉണ്ടായില്ല പോലും പല പടങ്ങളും വിജയിക്കും.